അപ്പം ഗുഡ് മോർണിംഗ്, നമസ്കാരം. അപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി നമ്മുടെ ലോഡ് ഇറക്കി കഴിഞ്ഞാണ്. അത് നമ്മൾ കാണിച്ചില്ല. ഇന്നലെ ഞങ്ങളിവിടെ വന്ന് പാർക്കിങ്ങിൽ, ഇവിടെ സൂറത്തിൽ തന്നെയുള്ള പാർക്കിങ് കിടക്കുമായിരുന്നു ലോഡിന് വേണ്ടി. അത് ഇന്നും ലോഡായിട്ടില്ല നിലവിൽ. ഇന്നിപ്പം വ്യാഴാഴ്ചയായി. ഞങ്ങളവിടുന്ന് 21-ാം തീയതി രാത്രി കയറിയതാണ്. 23-ാം തീയതി ലോഡ് ഇറക്കി കഴിഞ്ഞ് 24, ഇന്ന് 25. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിങ്. വണ്ടി കിടക്കുന്ന പാർക്കിംഗ് ആയി കാണുന്നില്ല എന്താ. അപ്പോൾ ഇതാണ് പാർക്കിങ്, അഞ്ജുവിൻ്റെ പാർക്കിംഗ് എന്ന് പറയുന്നത്. സൂറത്തിൽ തന്നെ, സൂറത്ത് മാർക്കറ്റിലേക്ക് തിരിഞ്ഞതിന് കുറച്ച് അഹമ്മദാബാദ് റൂട്ടിലാണ് കേട്ടോ. ഇങ്ങനെ കിടക്കും എന്താ നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് കുക്കിങ്ങാണ്, വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടുന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. ഇന്നിപ്പോൾ ലോഡായാലേ ഉള്ളൂ. ഞങ്ങൾ കുക്കിങ്ങിന് വേണ്ടിയുള്ള പരിപാടിയാണ്. കണ്ണൻ അവിടെ ഇന്ന് അരി കഴുകുന്നു. അതെ, ഇതാണ് നമ്മുടെ കുക്കിംഗ് കിച്ചൺ. വെള്ളം മറ്റെടുക്കും. അപ്പോൾ അന്നം കഴുകി വെക്കുന്നു, കണ്ണൻ കഴുകി വെക്കുന്നു. ഇനിയിപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടേ. നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്, 1/2 കിലോ ചിക്കൻ മേടിച്ചു. അപ്പോൾ ചിക്കൻ മേടിച്ച് ചിക്കൻ കഴുകുക. പിന്നെ അതെല്ലാം ഞുറുക്കില്ല കിട്ടുന്നത്, നമ്മൾ ഞുറുക്കി മേടിച്ച് പിന്നെ ബാക്കി പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞ് ഇന്ന് സടപടാന്നുള്ളൊരു പരിപാടിയാണ്. സടപടാന്നതങ്ങ് വെക്കുക, കഴിക്കുക. അപ്പോൾ ഞങ്ങളെ ഉദ്ദേശം ഒരു 2 നേരത്തേനേലും ഇതങ്ങ് ഇങ്ങനെ ചാരി വെക്കും കേട്ടോ. വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ടാണ്. സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ടേ ചാരി വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ചിക്കൻ വെച്ച് അതിൻ്റെ കൂടെ ചോറ്, പിന്നെ അച്ചാറുണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. കണ്ണൻ വീട്ടിൽ നിന്ന് അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല മാങ്ങാച്ചാറുണ്ട്, നാരങ്ങാച്ചാറുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ടല്ലോടാ. എല്ലാം കൂടെ കൂട്ടി ഒറ്റപ്പെടുത്തം കുടിക്കും. ഇത് ഒരു 2 നേരമല്ല, ഒരു 3 നേരമല്ലൊക്കെ അങ്ങ് പോകും. അതാണ് കണക്ക്. അപ്പോൾ അങ്ങ് കഴുകി ചിക്കൻ കഴുകിയിട്ടുണ്ടോ. ചിക്കൻ കാണിച്ചില്ല എന്ന് ഇനി പറയരുത് കേട്ടോ. ഉണ്ടോ, നല്ല പീസാക്കി. ഇവിടെ ഫുൾ ചിക്കനായിട്ടല്ല കേട്ടോ, നമുക്ക് വേണ്ട എത്രയാണോ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തരും. അതൊരു 2 ബോട്ടിൽ ഒഴിച്ച് ഒരെണ്ണം കൂടെ ഒഴിച്ചാലും കുഴപ്പമില്ല. ഒരു പകുതിയും കൂടെ ഒഴിച്ചാൽ മതിടാ. നമ്മൾ എന്തോരം ചോദിക്കുന്നോ അത്രയും തരും കേട്ടോ. 1/2 കിലോ ആണ് 1/2 കിലോ, 1/4 കിലോ ആണ് 1/4 കിലോ, 100 ഗ്രാം ചോദിച്ചാലും അതും തരും. അപ്പം അതെ, നല്ല സ്നേഹമുള്ള നാട്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഫോൺ അങ്ങനെ വെക്കും കേട്ടോ, അതുകൊണ്ടാണ് ചെറിയ. നമ്മുടെ നാട്ടിലെ പോലെ 1 കിലോ എടുത്താൽ മാത്രമേ ചിക്കൻ തരുള്ളൂ എന്നൊന്നും പറയല. 100 ഗ്രാം ചോദിച്ചാലും തരും. നമ്മുടെ നാട്ടിൽ പിന്നെ നോക്കുന്ന പോലെ ചിക്കൻ വെട്ടി വെച്ചാൽ കേടാവും എന്നുള്ളൊരു തോന്നലൊന്നുമില്ല. കോഴീനെ വെട്ടി ക്ലീനാക്കി വെച്ചേക്കും. നമ്മൾ വേണ്ടപ്പം ചെന്ന് വേണ്ടത്രയാണോ പറയുക അതവർ വെട്ടിത്തരും. അതാണ് നടക്കുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം മേടിക്കാം അല്ലടാ. അധികം വേസ്റ്റ് ആകുന്നില്ല, ഓവറായിട്ട് വേസ്റ്റ് ആകുന്നില്ല. കണ്ണാ ഞാൻ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് കുക്കർ അടയ്ക്കുക എന്നുള്ളതാണ്. അത് കുക്കർ അടയ്ക്കാൻ ഇതൊരു അടച്ചിരിക്കുന്നു. കുക്കർ എടാ ലീക്ക് ആകുന്നുണ്ടോ നോക്കണം കേട്ടോടാ. ഇന്നലെ ലീക്ക് ആകുന്നുണ്ട്. അടി ലാമ്പ് ഓയിലുണ്ടോ അറിയാതെടുക്കണം. ഈ സൈഡ് ഞാൻ പൊക്കും. അത് ശരിയാക്കിയോ? ഇന്ന് വേറെ വീഡിയോ ഒന്നും ഇടാനില്ല. ഇന്ന് കുക്കിംഗ് വീഡിയോ മാത്രമേ ഉള്ളൂ. എന്നാ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. മഴയാണ്, നല്ല മഴ. നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ഒരുമാതിരി അല്ലേ, കെട്ടമഴ. മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയില്. എന്തോരം തീ വെക്കണത്? തീ വെച്ചോടാ.
ഇച്ചിരി ഒരു മീഡിയം ലെവലിൽ ഇട്ടാൽ മതിടാ. അല്ലെങ്കിലേ ചുമ്മാ തിളച്ച് കഴിഞ്ഞ 6 വിസിലടിച്ചിട്ട് രസം ഉണ്ടായിരുന്നു. ഇതൊന്നും നോക്കണേ. നല്ലോണം ഇറച്ചിയൊക്കെ കഴുകി അതങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലടാ നമ്മൾ മറ്റേ ഇതിൻ്റെ അകത്ത് വെക്കാം. മറ്റേ ഉരുളിക്കകത്ത് വെക്കാം. ഉരുളി കഴുകിയല്ലായിരുന്നോ? ഉരുളി കഴുകണം, ഒന്നും കൂടെ കഴുകണം. പൊടി വേണം. മുണ്ടൊക്കെ മടക്കി കുത്തി എൻ്റെ ദൈവമേ. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ്. ചിക്കൻ ഇവിടെ വെച്ച് മൂടി വെക്കട്ടെ. ചിക്കൻ കഴുകി മാറ്റി. ഇനിയിപ്പം അതിൻ്റെ പ്രശ്നം തീർന്നു. ഇനിയിപ്പോൾ എന്നാ സവോള. ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ? കത്തിയില്ലെന്ന്. നമ്മുടെ കത്തി തുരുമ്പെടുത്ത് പോയി. അതുകൊണ്ട് ഒരു ചെറിയൊരു പണി കിട്ടിയിരിക്കുക. ഇതൊന്നും ഇങ്ങനെ അപ്പം അരി അടുപ്പയിലിട്ടു. അവനവിടെ ഇരുന്ന് സവോള അരിയോ. അതെ, കത്തി ഇച്ചിരി വലുതായിപ്പോയി. നമ്മുടെ പഴയ കത്തി ഉണ്ടായിരുന്നത് കത്തി ഉണ്ടായിരുന്നത് തുരുമ്പിച്ചു പോയി. കാരണം നമ്മളിവിടെ വെച്ചിരുന്നു, ഇതിൻ്റെ അകത്ത് ഇട്ടിരുന്നു. അപ്പം ഈർപ്പം അടിച്ചിട്ടാണെന്ന് തോന്നുന്നു കത്തി തുരുമ്പിച്ചു പോയി. അതുകൊണ്ട് ചെറിയ കത്തി ഉണ്ടായിരുന്നു, അത് പോയി. അപ്പം ഇനിയിപ്പോൾ വലിയ കത്തിയേ ഉള്ളൂ. അപ്പം അതങ്ങനെ ചെയ്തു. വേറെ പണിയൊന്നുമില്ലല്ലോ, ഇത് മാത്രം. ചിക്കൻ വറുത്തങ്ങ് എടുത്താലോ? എങ്ങനെ വേണേലും വെക്കാം, എങ്ങനെ വെച്ചാലും കണക്കാ. അത് വെക്കാം. ഓക്കെ. ഓ എനിക്കങ്ങനെ ഒന്നുമില്ല, ഞാൻ നിൻ്റെ ഇഷ്ടത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. ആ മതി. വണ്ടി ഫുള്ള് കാണിച്ചില്ലായിരുന്നല്ലോ അല്ലേ? വണ്ടി എന്താ 6 ചിക്കൻ്റെ പരിപാടി തുടങ്ങി. ഇതാ കേട്ടോ. അപ്പം നമ്മുടെ മുത്തിതാ കിടക്കുന്നത്. കുഴപ്പമില്ല, അല്ല പെടപ്പം വണ്ടിയാട്ടോ. അത് വെച്ച് കഴിഞ്ഞാൽ കാല് കൊടുക്കുന്ന അറിയില്ല. ഇപ്പം കയറാൻ ലോഡുണ്ടെങ്കിലും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? പുത്തൻ വണ്ടിയാണ്. വേറെ എക്സ്ട്രാ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. കമ്പനി എങ്ങനെ തന്നോ അതുപോലെ തന്നെയാണ് അല്ലേ? ഇത് പിന്നെ ഇത് വെള്ളം വെക്കുന്ന കേട്ടോ. ഇവിടെ വെള്ളം വെക്കുന്നത് കുടിക്കാനുള്ളതും കഞ്ഞി വെക്കാനൊക്കെ ഉള്ള വെള്ളം. ഇതുണ്ട്. ആകെ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ വലിപ്പം വെച്ചിട്ട് കൂട്ടി. ചെറിയ ടാങ്കായിരുന്നു, അത് വലിപ്പം കൂട്ടി. ആഡ് ബ്ലൂ ഇത് വേണ്ട, ഇതേ ഉള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കേട്ടോ. ഇത് ഉണ്ടോ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ കാണുന്ന വണ്ടി കിടക്കുന്നുണ്ട്. ഇത് വണ്ടി പോകുന്നത്. ഇത് ഇവിടുന്ന് ഇടത്തോട്ട് ഇതിങ്ങോട്ട് പോകുന്നത്, അങ്ങോട്ട് പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇതാട്ടോ, നമ്മൾ അഹമ്മദാബാദ് ഓടുന്നു തിരിച്ച് സൂറത്ത്. ഇത് നമ്മളിപ്പോൾ സൂറത്തിലാണ് നിൽക്കുന്നത്. വണ്ടി പോകുന്നതെല്ലാം അഹമ്മദാബാദ്. ഇത് MH വണ്ടികളാണ്. MB MH. ഇത് വെസ്റ്റ് ബംഗാളിൻ്റെ വണ്ടിയാണ് കേട്ടോ. സോറി, WB വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ ഇത് അവനോട് ഇരുന്ന് അരിഞ്ഞ് തകർത്തുകൊണ്ടിരിക്കുന്നു. അവൻ പൊളിച്ചു തന്നു. ഇനിയിപ്പം ഞാൻ അരിയും. ആകള വേറെ എടുത്തു തരാം. നിലത്ത് പോയി ഒരു ഇഞ്ചി കഷ്ണം എന്നാ കിട്ടോ. അതിൻ്റെ ചെറിയ മുട്ടും കൂടെ എടുത്താൽ മതി. അപ്പോൾ അത് അവനിപ്പോൾ അരി റെഡിയാക്കി തരും. അരി വെന്ത് കഴിഞ്ഞ ഉടനെ സംഭവം എല്ലാം കൂടെ കയറ്റി മിക്സിലെല്ലാം കൂടെ അഴിഞ്ഞ് സെറ്റാക്കി. ചിക്കൻ പൊടി ഉണ്ട്, നമ്മൾ ഈസ്റ്റേൻ്റെ ചിക്കൻ പൊടി മേടിച്ചിട്ടുണ്ടാവുന്നത്. ചിക്കൻ പൊടിയാണോ മീറ്റ് മസാലയാണോ ഇരിക്കുന്നത്? അത് ഈ ചിക്കൻ പൊടി ഇല്ല. അപ്പം മീറ്റ് മസാലയിലാണ് പരിപാടി. അത് വെറൈറ്റി നമുക്ക് നോക്കാം. വെറൈറ്റി ഒന്നുമല്ല കേട്ടോ, നല്ല സൂപ്പറാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വീട്ടിലിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട്. പുതിയ റെസിപ്പികൾ കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുള്ളതാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ്റെ അകത്തോട്ട് മീറ്റ് മസാല ഇട്ട് നല്ല പടപ്പനായിട്ട് വെക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങൾ ഏതായാലും ഇന്ന് ട്രൈ ചെയ്തിട്ട് പറയാം. ഓക്കെ. ഞങ്ങൾ ചോറ് വെന്ത് വെച്ചു. മിസമ്പിളെല്ലാം അരിഞ്ഞ് ചിക്കനും അടുത്ത് പോയി.
മറന്നു പോയെന്ന് പറയാം. ചോറ് വെന്താണ്ടിരിക്കുന്നു. ചിക്കൻ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഉണ്ടോ, എല്ലാം റെഡിയായി. എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി. എന്നുവെച്ചാൽ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ മൂഡിൽ പടപടപടാന്നല്ല എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതങ്ങ് മറന്നുപോയി. സോറി, എന്നാ ചെയ്യാൻ പറ്റും അല്ലേ. ഏതായാലും കറി വെന്ത് കഴിഞ്ഞ് കാണാം. നിങ്ങളിങ്ങനെ വെയിറ്റ് വേഗുന്നത് നോക്കി. എന്താ കണ്ണനോട് ഇരിപ്പുണ്ട്. രക്ഷയില്ല, ഓട്ടോ ആയാലേ കാര്യമുള്ളൂ. നമ്മുടെ അർജുനെ കിട്ടി. ഇന്നലെയൊക്കെ ഓട്ടോ ആയിരുന്നേ നമുക്ക് വിഷ്വൽ കാണാമായിരുന്നു. പക്ഷേ ഇന്നലെ ഓട്ടം കിട്ടിയില്ല. സാരമില്ല, പോകുന്ന വഴിക്ക് അവിടെ ഒന്നും കൂടെ ഇറങ്ങണം അല്ലേ, ഇറങ്ങണം. അപ്പോൾ ശരി, കറി വേകുന്നിടം വരെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ. നല്ല സെറ്റപ്പായി. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേനും ഓക്കെ. അത് ഇളക്കണ്ട, കരി ഒന്നും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞ് മാറ്റി വെക്കും. ഈ കുറച്ചല്ലേ ഇട്ടേക്കുന്നത്. അപ്പം കറിയൊക്കെ റെഡിയായി. മതി. അപ്പോൾ കറിയൊക്കെ റെഡിയായി, ഇതങ്ങനെ നിൽക്കുന്നു. ചോറും റെഡിയായി. ഞങ്ങളിനി കഴിക്കാൻ പോകും. അച്ചാർ, നല്ല സൂപ്പർ അച്ചാറും കൂട്ടി കഴിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കറി റെഡിയായിട്ടുണ്ട്. ഇതേ എല്ലാം റെഡിയായി. ഇനിയിപ്പം ചോറും കൂടെ തുറന്ന് നോക്കിക്കടാ. ചോറും കൂടെ നോക്കി. ഇല്ല, പൊക്കിക്കോട്ടെ. കഴിഞ്ഞു തുറന്നു. വാ, ഈ ചോറും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ചോറ്. അടച്ചു ചൂടാറും. അപ്പോൾ ചോറും റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് കഴിക്കാം. വിളമ്പിയിട്ടൊക്കെ കാണാം കേട്ടോ. കഴിക്കുക എന്നുള്ളത് മാത്രം. അപ്പം ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങുകയാണ്. ചോറെല്ലാം വെന്തു, കറിയെല്ലാം വെന്തു. ഞങ്ങൾ കഴിക്കാൻ നല്ല ചോറ്, അച്ചാറ്. എനിക്ക് രണ്ടുപേരും വിളമ്പി. നല്ല നാടൻ അച്ചാറുണ്ട് കേട്ടോ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. അതും കഴിച്ച് ചിക്കൻ കറി കഴിയാറായി. ചോറ് നല്ല ചോറാട്ടോ. അപ്പോൾ കഴിച്ച് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കഴിക്കുന്നു. ക്യാമറ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നല്ലേ ഉണ്ടോ? നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല അല്ലേ. ഇത് നല്ല ചൂടാണ്, വെടിക്കെട്ട ചൂടാണ്. തോർത്ത് കൂട്ടി പിടിക്കാം. ഇറച്ചിപ്പൊടി ഇട്ട് നോക്കണം. ചിക്കൻ പൊടി ഒഴിവാക്കാം, അത് പറയാനുള്ളൂ. പൊളി. അങ്ങനെ ഉണ്ടടാ, ധാരാളം. നല്ല ചൂടാ, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ, കഴിച്ചു കഴിഞ്ഞ് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി കുളിക്കാൻ പോവും. അപ്പം മഴയ്ക്ക് ചാൻസ് ഉണ്ട്. നല്ല പുകച്ചിലാണ്, നല്ല മൂടിയാണ് നിൽക്കുന്നത്. കണ്ടാൽ എല്ലാം അറിയാതിരിക്കുമല്ലോ. അപ്പം ഇനി ഒന്നും ചെയ്യല്ല, കുളിക്കുക. കുളിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങുക. എന്നാൽ വൈകിട്ട് തന്നെ ലോഡായ പോവുക. ഉണ്ടോ, ഇതാണ് വണ്ടി. എൻ്റെ പേര് പാലക്കാട്. അപ്പം അങ്ങോട്ടാണ് പോകേണ്ടത്. ഇനി അവിടെ കുളിക്കാൻ പോകണ്ടേ. അപ്പോൾ ഷോപ്പെല്ലാം എടുത്ത് കുളിച്ച് പോട്ടെ. ഇതാണ് അപ്പം നമ്മുടെ പാർക്കിങ്. അപ്പം നേരെ ലാസ്റ്റ് കാണുന്ന അവിടെ പോയി വേണം കുളിക്കാൻ. അതല്ല, അവിടെ ഈ കുറച്ച് ഇവിടുത്തെ പണിക്കാരൊക്കെ അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നവരൊക്കെ താമസിക്കുന്നുണ്ട്. ഈ സൈഡിൽ നമുക്ക്
കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് കണ്ണൂരിലെ വണ്ടി കേട്ടോ. കണ്ണൂർ. ഇന്നലെ വയനാട്ടിലെ 2 വണ്ടി ഉണ്ടായിരുന്നു. കാണുന്ന അതാണ് നമ്മൾ കുളിക്കുന്നത്. അവിടെയാണ് കുളിച്ചിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ചെറിയ മഴയുണ്ട്. മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെയാണ് കുളിക്കുന്നത്. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ച്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് പൈപ്പിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് നമ്മൾ കുളിക്കണം. അപ്പം കുളിച്ചിട്ട് കാണാം. ശരി, എന്നാൽ കുളിച്ചിട്ട് കാണാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലോട്ട് പോവാം. ഹലോ, നമ്മുടെ കണ്ണൂരുകാർ ഗഡികളാണ് കേട്ടോ. അപ്പോൾ അവരോട് സംസാരിച്ചു. അവർക്ക് ശകലം കൂടെ ലോഡ് കയറാനുണ്ട്. അവരുടെ ലോഡ് പകുതി കയറി നിൽക്കുവാണ്. കുറച്ചും കൂടെ കയറാനുണ്ട്. നമ്മൾ ഇവിടുന്ന് ലോഡ് ഇപ്പോൾ എന്നാ വാടക കുറവാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അലത്തൂലത്ത് ലോഡുകളെല്ലാം കയറ്റിക്കൊണ്ട് പോയാലേ മുതലാവുള്ളൂ. അപ്പോൾ ചെറിയ കുറച്ച് ഡോറുകൾ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് വരാൻ പോകാൻ വേണ്ടി. ജലദോഷമൊക്കെ അല്ല അതിൻ്റെ. അപ്പോൾ അതിനു വേണ്ടി അവർ നിൽക്കുക. ശകലം 2-3 ഡോറുകൾ വരാനുണ്ട്. അപ്പോൾ അതും കൂടെ കയറ്റി കഴിഞ്ഞാൽ അവർ ഇന്ന് കഴിച്ചിലാവും. പിന്നെ നമ്മളേ ഉള്ളൂ. നമ്മൾ ഇന്നും കൂടെ ആകുമ്പോഴത്തേന് 2 ദിവസമാവും. എങ്ങനെയാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. മിക്കവാറും ഇന്നും കൂടെ ഇവിടെ കിടക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെയാണ് കാണുന്നത്. ഇപ്പം വ്യാഴമായി, വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച. ഇന്നിപ്പോൾ ലോഡ് കിട്ടിയാൽ തിങ്കളാഴ്ച അവിടെ എത്തുമെന്ന് കൂട്ടാം. അങ്ങോട്ടാകുമ്പം പതിയെ വന്നാൽ മതിയല്ലോ. തിങ്കളാഴ്ച, ഞായറാഴ്ച പിന്നെ ലോഡ് ഇറക്കിയല്ല. ചിലയിടത്ത് ഇറക്കും, ചിലയിടത്ത് ഇറക്കില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ വണ്ടിയുടെ അടുത്തെത്തി. എന്നാ മോനെ, ഉണ്ടേൻ്റെ ക്ഷീണം കണ്ണൊക്കെ ചോദിച്ചു. നല്ലോണം കുളിച്ചു, നല്ല തിമിർത്ത് കുളിച്ചു. ഓഹോ, എന്നാടാ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. ഇത്രയൊക്കെ ഉള്ളൂ. വേറെ കൂടുതൽ വീഡിയോ ഒന്നുമില്ല. കാരണം ഇവിടുന്ന് അപ്പുറത്തോട്ടൊക്കെ പോയി എടുക്കാൻ നല്ല വെയിലും ഒന്നാമത് പൊടിയാണ്. ടൗണിൻ്റെ കാഴ്ചകൾ വേറെ വൈകുന്നേരം എടുക്കാമായിരുന്നു. റോഡുണ്ടോ എന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ സുഹൃത്ത് ടൗണിൻ്റെ കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ സൈൻ ഓഫ്.